ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു അപ്ഡേറ്റ് ഇടുന്നത്. ആൾറെഡി തന്നെ പൈടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജറായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു മേജറായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഞാൻ പറയുന്നത്. റീസെൻ്റ്ലി നമുക്കിത് 100% ഒഫീഷ്യൽ ആയിട്ടില്ലെങ്കിലും ഒരു 90% ഒക്കെ ഒഫീഷ്യലായി ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈക്കോയിൻ ഇപ്പോൾ ആപ്പിൾ വാലറ്റും ഗൂഗിൾ വാലറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 100% യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആപ്പിൾ വാലറ്റ്, എന്താണ് ഗൂഗിൾ വാലറ്റ്. റീസെൻ്റ്ലി തന്നെ നമുക്ക് ഒരുപാട് ന്യൂസ് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ന്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൈടോക്കൺ എന്ന് പറയുന്ന ടോക്കൺ ഈ ആപ്പിളായിട്ടും അല്ലെങ്കിൽ ആപ്പിൾ വാലറ്റായിട്ടും ഗൂഗിൾ വാലറ്റായിട്ടും ഇൻ്റഗ്രേറ്റഡ് ആവാൻ പോവുകയാണ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് പറഞ്ഞുതരാം, എന്താണ് ആപ്പിൾ വാലറ്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആപ്പിൾ വാലറ്റ് അലൗസ് യൂസർ ടു സ്റ്റോർ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഫോർ ആപ്പിൾ പേ ട്രാൻസാക്ഷൻ ആസ് വെൽ ആസ് ബോർഡിംഗ് പാസസ്, ഈവൻ ടിക്കറ്റ്സ്, ലോയാലിറ്റി കാർഡ്സ് ആൻഡ് മോർ. അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെയാണ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ വേർഡ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. സീംലെസ്ലി ഇൻ്റഗ്രേറ്റ് വിത്ത് iOS ഡിവൈസ് ലൈക്ക് ഐഫോൺ ആൻഡ് ആപ്പിൾ വാച്ച്, എനേബിൾ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ആൻഡ് ഈസി അക്സസ് ടു സ്റ്റോർഡ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ വാലറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് ചെയ്യാം, നമുക്ക് ഗുഡ്സ് വാങ്ങാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഗൂഗിൾ വാലറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ആപ്പിൾ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് ആയിക്കോട്ടെ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു രണ്ട് വാലറ്റും നമുക്ക് തരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ഡിവൈസ് എന്നും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഡിവൈസ് ഉണ്ട്, മെയിൻ ആയിട്ടുള്ളത് തന്നെയാണ് ഗൂഗിൾ, ഒരുപാട്, ഒന്ന് ആൻഡ്രോയിഡും ഒന്ന് ആപ്പിളും. അപ്പോൾ ഈ മേജറായിട്ടുള്ള രണ്ട് ഡിവൈസിലും നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് പൈടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും, സാധനങ്ങൾ വാങ്ങാനോ ആക്കാനും പറ്റും. അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ കുറേ എന്തുണ്ട്, അതിൻ്റെ ഫ്രീലാൻസിങ് ആയിട്ടുള്ള ഇങ്ങനെ അതിൻ്റെ പൈ വെച്ചിട്ട് തന്നെ നമുക്ക് വാങ്ങാനും, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, പ്രൊഡക്റ്റ് വാങ്ങാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൗച്ചർ വാങ്ങാനും, അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, അതിൻ്റെ എക്കോസിസ്റ്റത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റ് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും. ഫ്യൂച്ചറിൽ അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ടോക്കൺ എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നിരിക്കുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മേജറായിട്ട് നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് യുട്ടിലിറ്റി. അപ്പോൾ ഒരു ടോക്കൺ യുട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്കിത് പേയ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം കുറേ പേര് എന്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് വാലറ്റ്, ഇല്ലെങ്കിൽ ഒരു പൈടോക്കൺ ഗൂഗിൾ വാലറ്റ് ആയിട്ടും ആപ്പിൾ വാലറ്റ് ആയിട്ടും ഇൻ്റഗ്രേറ്റഡ് ആവുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും. അതിനൊരു നെഗറ്റീവ് എനിക്ക് കിട്ടിയാലും എനിക്ക് എന്താണ്, ഒരു കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് നെഗറ്റീവ് കിട്ടും, പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് യുട്ടിലിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ട്. ഇപ്പോൾ സാധാ ചെക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ചെക്ക് ഉണ്ട്. ഈ ചെക്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സൈൻ ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേപ്പറിന് വാല്യൂ ഉണ്ടോ? തീർച്ചയായിട്ടും വാല്യൂ ഇല്ല. എന്താണെന്ന് പറഞ്ഞത് എവിടെയും കൊടുത്ത് നിങ്ങൾക്ക് പൈസ ആക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സാധാ ഒരു പേപ്പർ ഉണ്ട്. ഈ ഒരു സാധാ ഒരു പേപ്പറിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു വലിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു ചിത്രം വരച്ചു, ഇല്ലെങ്കിൽ എൻ്റെ സൈനൊക്കെ ഒരുപാട് വാല്യൂ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചു, ഇല്ലെങ്കിൽ എൻ്റെ സൈൻ ഇട്ടു. എന്നിട്ട് ഈ പേപ്പറിന് ഇപ്പോൾ വെറും ഈ പേപ്പറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഇല്ലെങ്കിൽ 1 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ മണിയിൽ. പക്ഷേ ഞാനിത് സൈൻ ഇട്ടപ്പോൾ, ഞാനൊരു ഫേമസ് പേഴ്സൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാനൊരു അതോറിറ്റി ആയിക്കോട്ടെ, ഞാനൊരു കമ്പനി ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരു ഇതിന് എന്തായി മാറി, ഇത് NFT ആയിട്ട് മാറി. NFT ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് വാല്യൂ കൂടി. ഞാൻ ഇട്ടിരുന്ന ഈ ഒരു സാധാരണ പേപ്പറിന് ഞാൻ ഒപ്പിട്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂലായിട്ട് മാറി. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിട്ട് ഇല്ലെങ്കിൽ ഒരു മെസ്സി ഇട്ട ഈ ഒരു ടീഷർട്ടിന് അതിന് എന്താണ് വാല്യൂ, ആ ടീഷർട്ടിൻ്റെ വാല്യൂ എത്രയാണ്, വെറും ഒരു ഇപ്പോൾ 400-500 രൂപയാണെങ്കിൽ അത് മെസ്സി ഇട്ടപ്പോൾ അതിന് എത്രയായി, മില്യൺ ഡോളേഴ്സായി. അതേപോലെ തന്നെ ഉള്ളൊരു പദ്ധതി തന്നെയാണ് ഈ ഒരു യുട്ടിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ചെക്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ഇട്ടിട്ട്
ഞാൻ ഇതിൽ എന്ത് എമൗണ്ട് എഴുതിയാലും ആ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ ആയിട്ട് ഈ ഒരു പേപ്പർ മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പൈ ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ടും നമുക്ക് പേയ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പൈ ടോക്കണൊക്കെ വാങ്ങി വെക്കാം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങി വെക്കാം എന്നുള്ളൊരു ഹിൻ്റാണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇത് ഒരുപാട് വാങ്ങി വെക്കുക അങ്ങനെ ഒരു പ്രൊമോഷൻ ഞാൻ തരുന്നില്ല. നിങ്ങളും മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഇത് വാങ്ങണോ വേണ്ടിയോ, ഇതിന് യൂട്ടിലിറ്റി ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ഞാൻ കാണിച്ചു തരാം, അവരുടെ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് പൈ നെറ്റ്വർക്ക് ഈസ് പ്രിപ്പയർ ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്സ് നേറ്റീവ് പൈ വാലറ്റ് വിത്ത് ഗൂഗിൾ വാലറ്റ് for the Android device and Apple Wallet for the iOS device. This integration aimed to enhance the utility of Picoin by allowing users to conduct transaction seamlessly through widely adopted digital payment platforms എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് റീസെൻ്റ്ലി നമുക്ക് കിട്ടിയ പൈൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കീ ബെനിഫിറ്റ് ഓഫ് ദസ് ഇൻറ്റഗ്രേഷൻ എന്താണ് നമുക്കിതിൽ മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്? ട്രാൻസാക്ഷൻ യൂസേഴ്സ് വിൽ ബി able to make payment using Picoin directly through their native wallet application. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആൾറെഡി ഉള്ള വാലറ്റിൽ തന്നെ നമുക്ക് ഒരു പൈസയാക്കി നമുക്ക് എന്താണ് അയക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻഹാൻസ് സെക്യൂരിറ്റി ലിവറേജിങ് ദ സെക്യൂരിറ്റി ഫീച്ചർ ഓഫ് ഗൂഗിൾ വാലറ്റ് ആൻഡ് ആപ്പിൾ വാലറ്റ് സച്ച് ആസ് എൻക്രിപ്ഷൻ ആൻഡ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വിൽ പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് സെക്യൂർ ട്രാൻസാക്ഷൻ എൻവയോൺമെൻറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് പൈസ അയക്കാനും ആവാനുള്ളൊരു പുതിയൊരു പദ്ധതിയാണ് ഈ ഒരു ഗൂഗിൾ വാലറ്റും ആപ്പിൾ വാലറ്റും പൈ വാലറ്റും ആയിട്ടുള്ള ഇൻറ്റിഗ്രേഷൻ. ബോർഡർ അഡോപ്ഷൻ സിംപ്ലിഫൈഡ് ആക്സസ് ആൻഡ് യൂസിങ് എ പൈക്കോയിൻ മേ എൻകറേജ് മോർ ബിസിനസ് to and merchant to accept as is a payment potentially accelerating its global adoption. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളും എല്ലാ ആൾക്കാരും എന്താണ് ഇതൊരു മെർച്ചൻറ്റ് പേയ്മെൻ്റ് ആയിട്ട് ഇത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഞാനൊരു ക്രിപ്റ്റോയിൽ ഒരിക്കലും 100% ഞാൻ പറഞ്ഞു തരുന്നില്ല, ഇതിന് സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂട്ടിലിറ്റി കൊടുക്കുക? നമ്മളിപ്പോൾ ഒരു കറൻസി ആണെങ്കിൽ യു ക്യാൻ അസൈൻ വാല്യൂ ആറ്റ് ഇറ്റ് യൂസ് ആസ് എ ട്രേഡ് ലൈക്ക് ഗവൺമെൻറ് പ്രിൻറ്റഡ് പേപ്പർ. ഇതൊരു പേപ്പർ ആണെങ്കിൽ ഇത് ഗവൺമെൻറ് പൈസയായിട്ട് പ്രിൻറ്റ് ചെയ്താൽ ഇതിൻ്റെ പൈസ ഇത് 100 രൂപ പ്രിൻറ്റ് ചെയ്താൽ 100 രൂപയാണ്, 500 രൂപയായിട്ട് പ്രിൻറ്റ് ചെയ്താൽ 500 രൂപയാണ്, 1000 രൂപയായിട്ട് പ്രിൻറ്റ് ചെയ്താൽ 1000 രൂപയാണ്, 2000 രൂപ വെച്ച് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ 2000 രൂപയാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്നുള്ളൊരു കാര്യം ഞാൻ സിമ്പിളായിട്ട് അറിയാനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് ക്രിപ്റ്റോയിൽ ഇപ്പോൾ ഒരുപാട് കാലത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരും ഒരുപാട് നോളേജുള്ള ആൾക്കാരും എന്ത് ചെയ്യരുത്, ഇതൊരു കളിയാക്കുന്ന രീതിയിൽ എടുക്കരുത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന എനിക്ക് 100% ഒരു ഉറപ്പുണ്ട്. അപ്പോൾ ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി, അപ്പോൾ നിങ്ങൾക്ക് ഇത് പിക്ചറിൽ ഒരു ചിത്രം വരച്ചു എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും വാല്യൂ കൂടി. അങ്ങനെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഞാൻ ഈ ഒരു ചാർട്ടിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നൗ റിലേറ്റിംഗ് ദിസ് ടു പൈക്കോയിൻ റൈറ്റ് നൗ ഇറ്റ് ഈസ് ലൈക്ലി എ ഡിജിറ്റൽ പീസ് ഓഫ് പേപ്പർ. അപ്പോൾ ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ ബട്ട് ഇറ്റ് ഈസ് യൂട്ടിലിറ്റി ഗ്രോ വെൻ പീപ്പിൾ എഗ്രി യൂസ് ഇറ്റ് ഫോർ പേയ്മെൻറ്റ്. നമ്മുടെ ആൾക്കാർ ഇത് പേയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ഇതിന് യൂട്ടിലിറ്റി വരാൻ തുടങ്ങും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത് ഞാൻ ഇവിടെ മേജറായിട്ട് പറയുന്നത് റീസെൻ്റ്ലി തന്നെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് 100% ഒഫീഷ്യൽ അല്ല, ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവാണെന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി പറയുന്നൊരു സംഭവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ടൊയോട്ടയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്, ആമസോണിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്, ഡിസ്നി അവൻ്റെ ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, അലിബാബയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ eBay, സാംസങ്, ഗൂഗിൾ, ബ്ലാക്ക് റോക്ക്, ആപ്പിൾ അങ്ങനെയുള്ള ഒരുപാട് മേജറായിട്ടുള്ള കമ്പനികളിൽ നമുക്കിത് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി കുറച്ച് ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വാല്യൂ കൂടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞുതരാം. ഈ കാര്യം കൂടി മനസ്സിലാക്കണം. ബോത്ത് സൈഡ് മനസ്സിലായാലാണല്ലോ നമുക്ക് എന്താണ് ഇതിന് ഒരുപാട് വിശ്വാസം കൊടുക്കണോ വേണ്ടിയോ, ഇല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഇറങ്ങണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ആണ്. ഇപ്പോൾ ആകെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഉള്ളത് വെറും 7 ബില്യൺ മാത്രമാണ്. ബാക്കിയുള്ള ഒരുപാട് സപ്ലൈ വരാനുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ ഇതൊക്കെ ഇതൊരു ഓപ്പൺ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രലൈസ് ആണ്. അവൻ്റെ കമ്പനി തീരുമാനിക്കുന്ന ഓരോ മെയിൻ്റെയിൻസ് അല്ലെങ്കിൽ അവൻ്റെ കമ്പനി തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ് ഈ ടോക്കൺ
ടോക്കൺ വരുള്ളൂ. അപ്പം നമ്മളായിട്ട് തീരുമാനിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. അതൊരു വലിയൊരു റിസ്ക് ഫാക്ടർ ആണെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിലും ഫ്യൂച്ചറിൽ മനസ്സിലാവും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡീസെൻട്രലൈസ് ആവട്ടെ, അല്ലെങ്കിൽ ഇത് ഡീസെൻട്രലൈസ് ആയാലും നമുക്ക് എന്താണ് അതിൻ്റെ ഒരു കമ്പനി ഇതിൽ എപ്പോഴും നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്ന സംഭവങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കൂടുതലും നടക്കുക എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിലൊരു റെസ്ട്രിക്ഷൻസ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. KYC കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ലോക്ക്ഡ് ആയവർ കുറേ പേരുണ്ട്. ഇതിന് ഒരുപാട് സപ്ലൈ അവർ പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ വാല്യൂ ഒക്കെ കുറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ക്രിപ്റ്റോ ആണ്. ഇതിലിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇതിനൊക്കെ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. എന്നാലും ഇതിനെന്താണ് അവൻ്റെ കമ്പനി തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ ഈ കോയിന് വളരെ രീതിയിൽ ഫ്ലക്ച്വേഷൻ ആവാനും അവൻ്റെ കമ്പനി പ്രോഫിറ്റ് എടുക്കണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് നമുക്ക് എന്താണ് അവൻ്റെ കമ്പനിക്ക് ഈസി ആയിട്ട് സമ്പാദിച്ചിട്ട് പോവാം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം വാങ്ങണോ വേണ്ടിയോ ഇല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇതൊക്കെ പറയുന്നത് ബോത്ത് സൈഡ് നിങ്ങൾ അറിയണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ മാത്രമാണ് നമുക്കിതിൽ ഇതിൽ ഇറങ്ങണോ വേണ്ടിയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാ ടോട്ടൽ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത മെയിൻ ആയിട്ടുള്ളതിൻ്റെ എന്താണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഗൂഗിൾ വാലറ്റും പൈ വാലറ്റും അതേപോലെ തന്നെ ആപ്പിൾ വാലറ്റും ഇൻ്റഗ്രേറ്റഡ് ആവുന്നു. നമുക്ക് എല്ലാ കടയിലും ഇതൊരു പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതിന് യൂട്ടിലിറ്റി വരുമ്പോൾ ഈ കോയിൻ എന്തായാലും നല്ലൊരു വാല്യൂയിലേക്ക് വരാം. അപ്പോൾ $100, $1000, $10,000, $80,000 അതേപോലെ തന്നെ ഈ ബിറ്റ് കോയിൻ്റെ അതേപോലെ തന്നെ ഡോളറൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി $100 അങ്ങനെ സംതിങ് ഒക്കെ വരാം എന്നുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഓരോ പ്രൊജക്റ്റും ഇല്ലെങ്കിൽ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഏതൊരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇതിന് ഒരുപാട് ഹൈപ്പ് കൊടുത്തു ഇല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ഇത് വേടിപ്പിക്കുക എന്നുള്ള രീതിയിൽ എത്തുകയെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്നെ കുറച്ച് തെറി പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെ കുറച്ച് ഞാൻ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരാൾക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിൽ കയറാത്ത ഇല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം ചാനലിൽ തരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വീഡിയോയിൽ ഇടുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ചാനൽ നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറണം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ബഗ്സോ ഇല്ലെങ്കിൽ ഒരുപാട് ബോട്ട്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാനില്ല. അങ്ങനെയുള്ള ബോട്ട്സൊക്കെ കയറുമ്പോൾ എന്താണ് ഞാൻ റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഉള്ളത് മൊത്തം ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കിപ്പോൾ ചില ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും 100 അതേപോലെ തന്നെ 1 lakh സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷേ അവന് വ്യൂസ് വെറും 1000 പേര് ഇല്ലെങ്കിൽ ഒരു 500 പേര് 600 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെയല്ല, 2000 പേരുണ്ടെങ്കിൽ തന്നെ നമുക്ക് 1000 പേര് വ്യൂസ് തന്നെ നമുക്ക് കയറും. അപ്പോൾ അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സ് മാത്രമാണ് നമ്മുടെ ചാനലിലുള്ളത്, മെമ്പേഴ്സിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയാലും നിങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ 1240 മെമ്പേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. ഇതിൽ കൂടുതലും എന്താണ് ആക്റ്റീവ് ആവുന്ന ആൾക്കാർ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാനൽ എന്തായാലും ആൾക്കാരൊക്കെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇവിടുന്ന് റിപ്ലൈ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലും കൂടി നിങ്ങൾ ജോയിൻ ആവുക. അതേപോലെ തന്നെ ഞാനിവിടെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ലൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ഈ ലൂട്ട്സിലൊക്കെ കയറുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് GPayയിൽ നമുക്ക് എന്താണ് ക്യാഷ് കിട്ടും. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ UPI ID കൊടുക്കുക. UPI ID കൊടുത്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറോ ഇല്ലെങ്കിൽ ഈ ബജാജ് ആയിക്കോട്ടെ എയർടെൽ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ആപ്പിലേക്കാണ് നമ്മൾ എന്ത് പോവുക. അപ്പോൾ ആ ആപ്പിൽ നമ്മളൊരു ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കമ്മീഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇതിന് 5 പൈസ മുടക്കണ്ട. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കയറി നോക്ക്, നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തായാലും പൈസ കിട്ടുന്നുണ്ട്, അല്ലാതെ നമ്മളിപ്പോൾ ഡെയിലി വന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ ആൾറെഡി തന്നെ ഇന്നലെ ഇൻസ്റ്റാ ഇമെൻ്റെയും അതേപോലെ തന്നെ Paytm മണിൻ്റെയും 200 രൂപ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പേയ്മെൻ്റ് ഒക്കെ കയറാനും ഇങ്ങനെയുള്ള ലിങ്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനലിൽ ഒന്ന് കയറുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.